ഇറാൻ ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒരു ഒഴിവാക്കലുകളോ ഇളവുകളോ താൻ നൽകില്ലെന്നും ഇറാന് ആയുധം നൽകുന്ന രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് വിൽക്കുന്ന എല്ലാ സാധനങ്ങളും പുതിയ താരിഫുകളുടെ ഭാരം വഹിക്കേണ്ടി വരുമെന്നും വ്യക്തമാക്കി. ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ ഇറാനിലേക്ക് സൈനിക ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു രാജ്യത്തിന് ഉടനടി തീരുവ ചുമത്തും. അമേരിക്കയ്ക്ക് വിൽക്കുന്ന ഏതൊരു സാധനത്തിനും 50% ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് പറഞ്ഞു. ഒഴിവാക്കലുകളോ ഇളവുകളോ ഉണ്ടാകില്ല. ഇറാനെതിരായ ബോംബ് ആക്രമണങ്ങളും 2 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ ട്രംപ് സമ്മതിച്ചതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള ചർച്ചകളും ശ്രമങ്ങളും നടന്നു വരുന്നു എന്ന് ചൂണ്ടിക്കാട്ടി. ഇറാനുമായി ഒരു കരാറിൽ ഏർപ്പെടാനോ അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വിനാശകരമായ ആക്രമണങ്ങൾ നേരിടാനോ ഉള്ള ട്രംപിന്റെ സമയപരിധി അവസാനിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് പ്രഖ്യാപനം. വെടിനിർത്തൽ ഉണ്ടായിരുന്നിട്ട് മിഡിൽ ഈസ്റ്റിലെ സമീപകാല സംഭവ വികാസങ്ങൾക്കിടയിൽ ട്രംപിന്റെ താരിഫുകൾ പ്രസക്തമാണെന്ന് തോന്നുന്നു. ഒന്നാമതായി, യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനി പ്രസ്താവിച്ചു. ഇത് യുദ്ധത്തിന്റെ അവസാനമല്ല, പക്ഷേ എല്ലാ സൈനിക ശാഖകളും പരമോന്നത നേതാവിന്റെ ഉത്തരവ് പാലിക്കുകയും വെടിവെപ്പ് നിർത്തുകയും വേണം. ഇത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുന്നില്ലെന്നും ഊന്നി പറയുന്നു. മുസ്തഫ ഖമേനി പറഞ്ഞതായി ഇറാനിയൻ മാധ്യമങ്ങൾ ഉദ്ധരിച്ചു. നമ്മുടെ കൈകൾ ഇപ്പോഴും കാഞ്ചിയിലാണ്. ശത്രുവിന്റെ ഭാഗത്തു നിന്നും ചെറിയൊരു തെറ്റ് സംഭവിച്ചാൽ പോലും അതിനെ പൂർണ്ണ ശക്തിയോടെ നേരിടുമെന്നും സുപ്രീം നേതാവ് പറഞ്ഞു. ഇറാന്റെ വെടിനിർത്തൽ ആവശ്യത്തിനനുസരിച്ച് യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള ടെഹ്റാന്റെ അവകാശം അംഗീകരിക്കണം. എന്നിരുന്നാലും ട്രംപ് എപ്പോഴും ആണവ പദ്ധതിക്കെതിരായ കടുത്ത നിലപാട് നിലനിർത്തിയിട്ടുണ്ട്. വെടിനിർത്തലിനെ തുടർന്ന് ഇറാനിൽ യുറേനിയം സമ്പുഷ്ടീകരണം ഉണ്ടാകില്ലെന്ന് അദ്ദേഹം ഉറച്ചു പറഞ്ഞു. ഇറാനുമായി സഹകരിച്ച് അമേരിക്ക ആഴത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന എല്ലാ ന്യൂക്ലിയർ പൊടിയും കുഴിച്ചു നീക്കം ചെയ്യും. അതിപ്പോൾ വളരെ കൃത്യമായ ഉപഗ്രഹ നിരീക്ഷണത്തിന് കീഴിലാണ്. ആക്രമണ തീയതി മുതൽ ഒന്നും സ്പർശിച്ചിട്ടില്ല, അദ്ദേഹം ട്രൂത്ത് സോഷ്യൽ എഴുതി. ഇറാനുമായി താരിഫ് ഉപരോധ ഇളവ് എന്നിവ നൽകുന്നതിനെക്കുറിച്ച് US ചർച്ച ചെയ്യുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ടെഹ്റാൻ വെടിനിർത്തൽ നിർദ്ദേശത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു ആവശ്യം കൂടിയാണിത്. 15 പോയിന്റുകളിൽ പലതും ഇതിനകം അംഗീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇറാനും US തമ്മിലുള്ള യുദ്ധം തുടരുമോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിലുള്ള വിശ്വാസക്കുറവ് കാരണം വെടിനിർത്തൽ ദുർബലമാണെന്ന് CNN നൽകിയ അഭിമുഖത്തിൽ പത്രപ്രവർത്തകൻ ഫരീദ് സക്കറിയ വാദിച്ചു. ആ ചർച്ചകൾക്കിടയിലാണ് US ഇറാനിയൻ ബോംബാക്രമണം ആരംഭിച്ചത്. അതിനാൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കരാർ ഉണ്ടെന്ന് തോന്നുമെങ്കിലും അത് വളരെ ദുർബലമാണെന്നതിൽ അതിശയിക്കാനില്ല. അത് പ്രാവർത്തികമാകാൻ കുറച്ച് സമയമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വെടിനിർത്തലിൽ ആഗോളതലത്തിൽ വിശ്വാസമില്ലായ്മയുടെ സൂചനയായി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ബുധനാഴ്ച ഒരു പുതിയ ഉപദേശം പുറപ്പെടുവിച്ചു. വെടിനിർത്തൽ അതേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വന്നെങ്കിലും ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ വേഗത്തിൽ രാജ്യം വിടണമെന്ന് ആവശ്യപ്പെട്ടു. ലെബനനിൽ ഇസ്രായേൽ ബൂട്ടുകൾ വെച്ചാൽ ദുർബലമെന്ന് ഇതിനകം വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വെടിനിർത്തൽ നിലനിൽക്കുമോ എന്ന സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.